രാഷ്ട്രീയവാദങ്ങൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് KSU നേതാക്കളുടെ ഒരു വാർത്താ സമ്മേളനമാണ്. KSU സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ KSU എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ കാണുന്നു. ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ശരത് എന്ന് പറയുന്ന ആളുടെ മെമ്പർഷിപ്പിന്റെ കോപ്പിയാണിത്. 2019 മുതൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനും മെമ്പർഷിപ്പുമുള്ള ആളാണ് ശരത് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഇത്രയും അധികം നാളുകളായി, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചാണ് നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ പറയുന്ന ആള് തഴക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ അന്നത്തെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച ടിജിൻ ജോസഫിന് വേണ്ടി ഏകദേശം 150-ലധികം വോട്ടുകൾ ചേർത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ശരത് എന്ന് പറയുന്ന ആള്. ഈ ടിജിൻ ജോസഫ് ഇന്നും സജീവ സംഘടനാ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ സാരഥ്യത്തിലുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് പ്രസിഡന്റാണ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് നിങ്ങൾക്ക് വാർത്താമാധ്യമങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. മറ്റു പ്രധാനപ്പെട്ട വസ്തുത, KSU നിരന്തരമായി ഇതിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, ഇതൊരു കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. സിംജോ സാമുവൽ സക്രി എന്ന് പറയുന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി ഈ പറയുന്ന വക്കീല് ഹാജരായിട്ടുള്ള TS ശരത്ത് ഹാജരായിട്ടുള്ള കേസിന്റെ ഡീറ്റെയിൽസ് ആണ്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് KSUവിൻ്റെ ഒരു കേസ് വാദിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതേ വക്കീല് തന്നെ സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായി പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി KSUവിന് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇത് എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് KM കൃഷ്ണലാല്. ഈ ജില്ലയിൽ തന്നെ KSU പ്രവർത്തകർക്ക് വേണ്ടി നിരവധി കേസുകളിൽ ഹാജരായിട്ടുള്ള ഒരാളെയാണ് ഇവർ നിരന്തരം സംഖ്യയാക്കാൻ ശ്രമിക്കുന്നത്. MG യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് വേണ്ടി അടക്കം ഹാജരായിട്ടുള്ള വക്കീലിനെതിരെ നിരന്തരം KSUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ വാർത്ത കൊടുക്കുമ്പോൾ അതെന്ത് താല്പര്യത്തിൻ്റെ പുറത്താണ്? ഇനി KSU സംസ്ഥാന പ്രസിഡന്റിനും ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്കും അത്തരത്തിലൊരു കൺസേൺ ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് എവിടെയാണ്? പാർട്ടിയുടെ KPC പ്രസിഡന്റ് മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലെങ്കിൽ, മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും തരത്തിലുള്ള അലോഹ്യമുണ്ടെങ്കിൽ, പാർട്ടിക്ക് KPCC ഒരു പ്രസിഡന്റുണ്ട്. ഇതുവരെയും ഔദ്യോഗികമായി KPCCക്കോ മുഖ്യമന്ത്രിക്കോ ഒരു പരാതി നൽകാൻ തയ്യാറായില്ല. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്ന തരത്തിൽ വലിയ വാർത്തയുണ്ട്. ഒരു വിഷയത്തിൽ എപ്പോഴാണ് കൂടിക്കാഴ്ച നടത്തേണ്ടത്? ഡസൻ കണക്കിന് മീഡിയ ബൈറ്റുകൾ നൽകി നിരവധിയായ ആക്ഷേപങ്ങൾ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ച് ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഞാൻ പരിഗണിക്കാൻ കാരണം ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്ന ലിസ്റ്റ് പ്രകാരമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ മാത്രമാണ് സംസ്ഥാന പ്രസിഡന്റ് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കുന്നത്. അപ്പോൾ പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം. മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരിത്തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരമുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്. ഇന്നലെ നമ്മളെല്ലാം കണ്ടു ഒരു പൊതുപരിപാടി, തേവര കോളേജിൽ നടക്കുന്ന ഒരു പൊതുപരിപാടി. ആ പൊതുപരിപാടിയിൽ മുഴുവൻ മീഡിയയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് KSU സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇത്തരമൊരു ഗൗരവതരമായ വിഷയം സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഇത്തരം ഗൗരവ സ്വഭാവമുള്ള പാർട്ടിക്കകത്ത് ഇന്ത്യയുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സംസാരിക്കേണ്ടത് മുഴുവൻ മാധ്യമങ്ങളെയും ചേർത്ത് നിർത്തിയാണോ മുഖ്യമന്ത്രി അടുത്ത് സംസാരിക്കാൻ പോകേണ്ടത്? അപ്പോൾ ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണ്. ചില മോഹഭംഗങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ, ചില മോഹഭംഗങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ചില വൈരാഗ്യത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാർ ബന്ധമുണ്ടായിരുന്ന, സംഘപരിവാറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന എത്രയോ പേർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. CPM ആയിരുന്ന എത്രയോ പേർ മത്സരിച്ചു. അവരെ ആരെങ്കിലും ഇരിക്കരുതെയും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടോ? ഒരാൾ കഴിഞ്ഞ കാലങ്ങളിൽ സംഘപരിവാർ ആയിരുന്നെങ്കിൽ അയാൾ ജനാധിപത്യ മതേതര ചേരിയിലേക്ക് വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് സന്ദീപ് വാര്യരെ പോലുള്ള കൂടുതൽ ആളുകൾ ഈ പാർട്ടിയിലേക്ക് വരികയുള്ളൂ. എല്ലാ കാലവും കോൺഗ്രസ് ആയിരിക്കുന്നവർ കോൺഗ്രസും BJP ആയിരിക്കുന്നവർ BJPയും CPM ആയിരിക്കുന്നവർ CPM ആയിരുന്നാൽ മതിയോ? കോൺഗ്രസിലേക്ക് പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട്. പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരുന്ന കാലയളവിൽ 2019 മുതൽ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉയർന്നു. നിരവധി തവണ അത് പലയിടങ്ങളിലും ചർച്ചയായി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, ഈ പേരുകളിൽ പറയപ്പെട്ട ആളുകൾ, ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകൾ പാർട്ടിയിലും മുന്നണിയിലും മന്ത്രിസഭയിലും മറ്റു പല ആരോപണങ്ങളും ഉയർന്നു. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട്, ചില മന്ത്രിമാരുടെ ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും അവിടെയൊന്നും KSU പ്രവർത്തകരുടെ വികാരത്തെയോ പാർട്ടിയുടെ വികാരത്തെയോ ഇതിനു വേണ്ടി സംസാരിക്കാത്ത ആളുകൾ ഗവൺമെന്റ് ലീഡർ നിയമനത്തിൽ മാത്രം ഈ ആശങ്ക ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്?
അതാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിസഭയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മന്ത്രിസഭയുടെ ശോഭ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവം ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇനി ലോയേഴ്സ് കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ ലിസ്റ്റ് പ്രകാരമാണ് ഇത്തരത്തിലുള്ള നിയമനം നടന്നിട്ടുള്ളത്. ഈ നിയമനങ്ങളിൽ സ്വാഭാവികമായും പല തരത്തിലുള്ള ചർച്ചകൾ സ്വാഭാവികമായും നടന്നിട്ടുണ്ടാകും. പല ആളുകളും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാകും. പല നേതാക്കളുടെ ഭാഗത്തും റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നിയമനം കിട്ടിയത്. പക്ഷെ ആ നിയമനങ്ങളിലെ ആശങ്ക പാർട്ടി വേദിയിൽ പറയാനും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാനും സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരമായി ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് KSU പോലുള്ള വിശാലമായൊരു ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിന് ചേർന്നതല്ല. ആരെയും സംഘി ചാപ്പ കുത്തി മാറ്റി നിർത്തുന്നതല്ല KSUവിന്റെ രാഷ്ട്രീയം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന മുദ്രാവാക്യമാണ് KSU വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ ഒരാളെ സംഘപരിവാർ ചാപ്പ കുത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞു, ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പങ്കെടുത്ത ആൾ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി സിംജോ സാമുവൽ സക്രിയയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കോടതിയിൽ ഹാജരായ ആൾ, എറണാകുളത്തെ KSUവിന്റെ കേസ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. കോൺഗ്രസിൽ ഇപ്പോൾ എന്താണ് ആഭ്യന്തര തലത്തിൽ സംഭവിക്കുന്നത്, ആഭ്യന്തര രാഷ്ട്രീയം എത്രത്തോളം കലുഷിതമാണ് എന്ന് വ്യക്തമാക്കുന്ന ചില പ്രതികരണങ്ങളാണ് ഇന്നലെയും ഇന്നുമായി വരുന്നത്. അലോഷ്യസ് സേവ്യറിനെതിരെയാണ് KSU ജില്ലാ പ്രസിഡന്റ് പ്രതികരണം. മുഖ്യമന്ത്രി മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. ചിലരുടെ മോഹഭംഗങ്ങളുടെ തുടർച്ചയിൽ ഉണ്ടാകുന്ന ചില നീക്കങ്ങളാണ് ഇത്. മുഖ്യമന്ത്രിയെ ഉന്നം വയ്ക്കുന്നു. മറ്റു ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അക്കാര്യത്തിൽ ഇടപെടാത്ത KSU വികാരം മുറിപ്പെടാതിരുന്നവർ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട് ലീഡർ നിയമനവുമായി മാത്രം ബന്ധപ്പെട്ട് ഇങ്ങനെ പരസ്യമായി രംഗത്ത് വരുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ എത്രത്തോളം കലുഷിതമാണ് കാര്യങ്ങൾ എന്നത് കുറെ കൂടി വ്യക്തമാവുകയാണ്. KSUവിൽ തന്നെ രണ്ട് ചേരിയായി മുഖ്യമന്ത്രിക്കൊപ്പവും മുഖ്യമന്ത്രി എതിർക്കുന്ന തരത്തിലേക്കും ഇപ്പോൾ നേതാക്കൾ എത്തുകയാണ്.